ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പല ട്വിസ്റ്റുകളും ഉണ്ടെന്നാണ് നമ്മുടെ ലാലേട്ടൻ പറയുന്നത്. ഇന്നലത്തെ പോലെ എന്ന് പറഞ്ഞാൽ ഇന്നലെ എല്ലാവരും എന്ന് പറഞ്ഞാൽ കാത്തിരുന്നതാണ്. അനീഷിനെ വറുത്ത് കോരുമോ, അനീഷിനെ കോരിയെടുക്കുമോ, അനീഷിനെ ഫ്രൈ ആക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും കാത്തിരുന്നിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു സഹായിയായിട്ട് അവിടെ മാറുന്നത് അനീഷ് തന്നെയാണ്. അയാൾക്കെന്ന് പറയുന്നത് സൂര്യന് താഴെ എന്തുണ്ട് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉത്തരവുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിക്കാനോ അല്ലെങ്കിൽ വറുത്ത് കോരാനോ ഇതിനൊന്നും എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ തയ്യാറല്ല. ഏതായാലും ഇന്നലെ ആദില 100 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നല്ല രീതിയിൽ കിട്ടിയിരുന്നു. പക്ഷെ അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ആദില 100 മാർക്ക് ഒരു മുഴ മുന്നേ എറിഞ്ഞതാണ്. സംഭവം എന്താണെന്നറിയാം. അതായത് ലാലേട്ടൻ പണ്ടൊരിക്കൽ പറഞ്ഞിനി മക്കളെ നിങ്ങളെ ഞാൻ വീട്ടിൽ കയറ്റെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ആ ഒരു ചുവട് പിടിച്ചിട്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, ഇയാളെ കൊണ്ട് ഈ മനുഷ്യനെ കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം, ഇന്ന് ഇച്ഛായ്മ പരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ആദിലയുടെ കുബുദ്ധി ആടെ ഉണർന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ആദില ചോദിച്ചു, ലാലേട്ടാ പണ്ട് പറഞ്ഞത് ശരിയാണോ? അതായത് എനിക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലേക്ക് വിളിക്കുമോ, വീട്ടിൽ കയറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ആദില അങ്ങ് പറയുകയാണ്. ലാലേട്ടൻ ഇപ്പം അതല്ലേ പണിയാടുന്നത്. ഇവിടുന്ന് ബിഗ് ബോസിൽ ഇറങ്ങിയ പാട് ബാ മക്കളെ ബാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടൊക്കെ പണിയാടുന്നത്. ആ മനുഷ്യനൊരു 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് ഇവരെ വീട്ടിൽ കയറ്റിയിട്ട് ഊണ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അത് ചോദിക്കുന്ന ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? അന്നാ തമാശക്ക് എന്ന് പറഞ്ഞ ടാസ്കിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഈ പറയുന്നതൊക്കെ ഇപ്പം നടക്കുക. അങ്ങനെ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞു അതിനെന്താ നിങ്ങൾ മാത്രമാക്കണ്ട എല്ലാവരും വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ അയ്യടാ അതെങ്ങനെ അങ്ങനെ വരുവാ ലാലേട്ടാ, നിങ്ങൾ ഞങ്ങളെ മാത്രമല്ലേ വിളിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇറങ്ങിയതിൽ പിന്നെ ലാലേട്ടൻ ഇവരെ ഞങ്ങൾ വീട്ടിൽ കയറ്റും എന്ന് പറഞ്ഞതിൽ പിന്നെ ലക്ഷ്മി പറഞ്ഞു ഞാൻ കയറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ട്രോളുകൾ ലാലേട്ടൻ്റെ അടുക്ക് ഇറങ്ങിയിനി. അതായത് ഇതിനിടയ്ക്ക് അവസാനമായിട്ട് ഇറങ്ങിയൊരു ട്രോൾ എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ വീട്ടിൽ അതിലേ കയറ്റുന്നത്, അതിലേക്ക് കയറ്റിയതിന് ശേഷം ലാലേട്ടൻ്റെ ബെഡും ഫില്ലോയും ഇതൊക്കെ എടുത്ത് നശിപ്പിക്കുന്നത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കച്ചറ വെള്ളെടുത്തിട്ട് ലാലേട്ടൻ്റെ മുഖത്ത് വയ്ക്കുന്നത്, ഇങ്ങനെയുള്ള ട്രോളുകൾ. പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി. പിന്നെ 2-3 ദിവസമായിട്ട് എന്ന് പറഞ്ഞാൽ ആദിലയും 100യും കൂടിയിട്ട് വീട്ടിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കല. എന്നാൽ വീട് ഇരിക്കുന്ന നിൽക്കുമ്പോൾ ലാലേട്ടൻ വീട്ടിൽ കയറ്റെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഗേറ്റ് തുറന്നു തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രോളുകളും കാര്യങ്ങളും അതുപോലെ ലാലേട്ടനെതിരെയും ഒരുപാട് കാര്യങ്ങൾ വന്നിന്. അപ്പം ഇതെല്ലാം മൂപ്പർക്കറിയാം, എല്ലാ സംഭവം അറിയാം. അതായത് ഇവരുടെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ ചൊറയാന്ന്. കാരണം ഇവർ അനീഷിനോട് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്നാ പറയേണ്ടത് എനിക്ക് കയറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടുന്ന ലാലേട്ടൻ അറിയാം. അതുകൊണ്ട് ലാലേട്ടൻ അവിടെ ഒരു ഒരു ഐഡിയ പരമായിട്ടൊരു സംഭവം ചെയ്തു. എന്താ അറിയാം, നിങ്ങൾ മാത്രമാക്കണ്ട ഞാൻ എല്ലാവരെയും എൻ്റെ വീട്ടിൽ കയറ്റുന്നുണ്ട് എന്ന്. അതായത് നമുക്കറിയാം ഇവന്മാർ എല്ലാവരും കൂടിയിട്ട് അങ്ങ് പോകത്തൊന്നും ഇല്ലയെന്ന് നമുക്കും അറിയാം. അതുപോലെ ആദില 100 മാർ വിചാരിച്ചത് എന്താണെന്നറിയാം, എങ്ങനെയെങ്കിലും എനിക്ക് അങ്ങോട്ട് പോകണം, അവിടെ കയറണം എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഏതായാലും അത് നടക്കൂല. അത് നന്നായിട്ടുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു പന്ന ഗ്രൂപ്പീസ് ഉണ്ടല്ലോ. അതായത് ഒരു കാർഡ് പിന്നെ എന്താ കോയിൻ കൊണ്ടുവന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു ഇത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിലെന്ന് പറഞ്ഞ് ഈ ഷാനവാസൊക്കെ ഇത്രമാത്രം മണ്ടനായി പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് യാതൊരു ഉളുപ്പും ഇല്ലാത്ത ഷാനവാസൊക്കെ ഈ ആദിലേൻ്റെ പേര് പറയാന്ന് വെച്ചാൽ ആ മനുഷ്യനൊക്കെ എന്താണോ ഇത്, ഈ പെങ്ങൾ പാസവും പെങ്ങൾ കാർഡൊക്കെ കൊണ്ട് വീട്ടിലിരുന്നാൽ പോരെ, സ്വന്തം പെങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കത്തില്ല, എന്നിട്ട് നാട്ടുകാരോട് ചോദിച്ചു പെങ്ങൾ പാസം എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. എൻ്റെ പൊന്ന് ഷാനവാസ് താനിട വന്നിരിക്കുന്നത് കളിക്കാനാണോ അല്ലെങ്കിൽ ഈ പെങ്ങൾ പാസത്തിനോ? ഏതായാലും അവിടെ എനിക്ക് ഭയപ്പാടോടുകൂടി ഞാൻ നോക്കിയൊരു കാര്യമുണ്ട്. എന്താ അറിയാം, അല്ല ഇനി അനീഷങ്ങാറ്റം ഭഗവാനെ ജയിലിൽ ഒരുമിച്ച് കിടന്നതാണ്. ഇനി ഇവര് തമ്മിൽ സന്ധ്യയായിട്ട് അനീഷങ്ങാനം ഇവളെ പേര് പറയാതിരിക്കോ, അല്ല അനീഷ് ഇനിയിപ്പോൾ ഇവളെ പേര് പറഞ്ഞു പോകുമോ എന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നേ. അതായത് ഇനി ആദിലേക്ക് ഞാൻ വോട്ട് ചെയ്യുന്നു ലാലേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറയാലോ, ഞാൻ അവിടെ തലയിട്ട് അടിച്ചേനെയായിരുന്നു. കാരണം എന്താ അറിയാം, ഞാനവിടെ ബെറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു അനീഷ് ഈ കീഴിലൊന്നും വീഴത്തില്ല. ആദിലേൻ്റെ ഒരു ഡയലോഗിലൊന്നും പറഞ്ഞാൽ അനീഷ് വീഴത്തില്ല എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ പിന്നെ എന്താ പറയണ്ടേ അത് വീഴൂലെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനീഷ് വോട്ട് ചെയ്തത് ജിഷിനാണ്. അതുമാത്രവുമല്ല അവിടുത്തെ ഗ്രൂപ്പീസത്തിനെ പറ്റിയിട്ടും മറ്റുള്ള കാര്യത്തെ പറ്റിയിട്ടും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ലാലേട്ടനോട് പറയുകയും ചെയ്തു. എൻ്റെ പൊന്നി ലാലേട്ട ഇവിടെ നടക്കുന്നത് ഇതുപോലെയുള്ള വൃത്തികെട്ട ഗ്രൂപ്പീസമാണ്, ഇവരെല്ലാവരും ഗ്രൂപ്പിലാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ലാലേട്ടനാണെങ്കിലും ഇത് തന്നെയാണ് വേണ്ടത്. അതായത് ഇവരെത്ര ആൾക്കാർ ആദിലയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോക്കാം, ആദിലെ എങ്ങനെയാണ്
ഇവർ സപ്പോർട്ട് ചെയ്യൽ. ആദിലെ ശരിക്കുള്ള ഗെയിമല്ല കളിച്ചത്, കള്ള ഗെയിമാണ് കളിച്ചത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനീഷിനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ജയിലിലേക്ക് അയച്ച ഒരു വ്യക്തിയാണ് പിന്നീട് ഇവർ നോമിനേഷൻ ചെയ്യുന്നത്. അത് തന്നെ എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു ഉടായ്പല്ലേ. അതിലെന്ന് പറയുന്നത് വീണതാര ഈ ഷാനവാസ്, അനുമോള്, ഇങ്ങനെയുള്ള ബിന്നി, ഇങ്ങനെയുള്ള ഗ്യാങ്ങുകളാണ് വീണത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ ജനങ്ങൾ ഷാനവാസിനെ ആയാലും അതുപോലെ അനുമോളെ ആയാലും വെറുക്കുന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഈ ആദിലയോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ആദിലയുടെ കൂടെ തന്നെയാണ് ഇവർ നടക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇനിയൊരു രക്ഷ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അനീഷിനോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഏതായാലും അവിടെ തലവെച്ച് കൊടുത്തിട്ടില്ല. അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ കോയിൻ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ സാറാണെങ്കിലും ആദിലക്ക് കൊടുക്കത്തില്ല. അവിടെ എല്ലാവരും വിചാരിച്ചത് എന്താണെന്നറിയാം, അവസാനം വരെ എന്ന് പറഞ്ഞാൽ പൊരുതി നിന്നത് നമ്മുടെ അക്ബറാണ്. അതുപോലെ തന്നെ ഇമപട്ട മത്സരമാണ് അവിടെ നടന്നത്. അപ്പോൾ അതിൻ്റെ ജഡ്ജസ് ആയിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ ഓനിയിലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷുമാണ്. പിന്നെയാണ് എല്ലാവർക്കും അറിയുന്നത് ഈ ഓനിയിലും അഭിലാഷും ബിന്നിയും ഒരേ ടീമാണ്. അപ്പോൾ അവർ തന്നെ വിധികർത്താക്കളായി വന്നു കഴിഞ്ഞാൽ അതിലെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ അക്ബറിനെ അവർ പൊട്ടിച്ചു. ഇപ്പം ആ മത്സരം തന്നെ നോക്കിയാൽ നമുക്കറിയാം. അതായത് പല തവണ എന്ന് പറഞ്ഞാൽ ബിന്നിയും കണ്ണി ചിമ്മിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അക്ബറും കണ്ണി ചിമ്മിയിട്ടുണ്ട്. പക്ഷേ റഫറി ആരാന്ന് ഇവർ പറയുന്നത്, ജഡ്ജസ് ആരാന്ന് അവർ പറയുന്ന ആ നിയമം. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നിക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് ബിന്നിക്ക് കൊടുത്തു. പിന്നെയാണ് നമ്മളിതൊക്കെ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും വോട്ട് ചെയ്യുന്നത് പിന്നെ ഇവന് അക്ബറിനാണെന്നാണ് ലാലേട്ടനും എല്ലാവരും വിചാരിച്ചത്. അപ്പോൾ ഈ അക്ബർ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ കുട്ടിയാണ്, എങ്ങനെയെങ്കിലും അക്ബറിന് ഒരു കപ്പ് കൊടുക്കണം എന്നാ ബിഗ് ബോസിനും ആഗ്രഹം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അത് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഒരാൾ പോലും അക്ബറിന് വോട്ട് ചെയ്തില്ല. എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് അക്ബറിന് അങ്ങോട്ട് കയറാൻ കഴിയുന്നില്ല. ബിഗ് ബോസ് ആണെങ്കിൽ കയറും എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് എടുത്തു കയറ്റാൻ വേണ്ടി 4 ആൾക്കാരെയും കൊണ്ട് കൊടുത്തിട്ടും കൂടി അക്ബർ കയറുന്നില്ല. അക്ബർ പറയുന്നത് ഞാൻ കയറൂല ബിഗ് ബോസ്, ഞാൻ ഈ കുഴിയിൽ തന്നെയാണ് കിടക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അക്ബർ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്നലത്തെ ആ ഒരു ഗെയിമിൽ എന്ന് പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ആ ടാസ്ക് ലാലേട്ടൻ പൊളിച്ചു കൊടുത്തു. ആ ഒരു ഗ്രൂപ്പിനെ തന്നെ ഇല്ലാതാക്കി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പല പല ആൾക്കാരുടെ ഉടായ്പകളും പുറത്തേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില കുലസ്ത്രീകളെയും കുലപുരുഷന്മാരെയൊക്കെ ഓപ്പണായിട്ട് തുറന്ന് കാട്ടി. പിന്നെ ചില ആൾക്കാർ നല്ല രീതിയിൽ നാണം കെട്ടു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിലെനിക്ക് വലിയ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും പിന്നെ പുറത്തായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജിഷിനും അതുപോലെ തന്നെ അബിയുമാണ്. അവരെങ്ങനെ പുറത്തായി, അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നത് അൺഫെയർ ആണ്. പിന്നെ അബിയല്ല പുറത്തു പോകേണ്ടത്, പിന്നെ നമ്മുടെ സാബു മേനാണ് പുറത്തു പോകേണ്ടത് എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റൂല, കാരണം ജനങ്ങളുടെ മനസ്സെങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. അതായത് ഒരു പക്ഷേ ഈ സാബു മേൻ്റെ ആ ഒരു ചിരിയും അതുപോലെ തന്നെ അയാളോടുള്ള എന്തെങ്കിലും തരത്തിൽ ഇഷ്ടമുണ്ടോ എന്നറിയില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സാബുമോൻ എങ്ങനെയാണ് ബിഗ് ബോസ് കയറിയത് എന്ന് പോലും എനിക്കറിയില്ല. അതായത് ഇൻ്റർവ്യൂ പോലും ചെയ്യാതെ ഇവനൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കയറിയത് എന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നമുക്ക് എപ്പിസോഡുമായിട്ട് പൊളിക്കണം. നമ്മൾ അനീഷല്ലേ വരാൻ പോകുന്നത്. അനീഷ് കി ജയ്.